എന്താണ് ഉപവാസം? വാട്ട് ഈസ് ഫാസ്റ്റിംഗ്? നമ്മൾ നോയമ്പ് കാലം എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ പെന്തക്കോസ്തി ദിവസങ്ങളിലേക്ക് നോക്കിയിരിക്കുകയാണ്. കർത്താവ് യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ടാറി ഇൻ ജെറുസലേം അൻറ്റിൽ യു റിസീവ് പവർ ഫ്രം എബവ്. മുകളിൽ നിന്ന് ശക്തി ലഭിക്കുവോളം യെരുശലേമിൽ തന്നെ നിൽക്കണം. ഉപവാസം വെച്ചാൽ കൂടെ വസിക്കുക. കൂടെ വസിക്കാനായിട്ട് പഴയ നിയമത്തിൽ നമ്മൾ നോക്കുമ്പം മോശ സിനായ് മലയുടെ മുകളിൽ 40 ദിവസം ഉപവസിക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ ഏലിയ പ്രവാചകൻ ഉപവസിക്കുന്നുണ്ട്. നമ്മൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് നോക്കുമ്പോൾ 40 ദിവസം ഉപവസിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഉപവാസ പ്രാർത്ഥനയുടെ എല്ലാ ഉദ്ദേശം നമ്മൾ പിതാവിനും ദൈവത്തോടു കൂടെ വസിച്ച് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നേടിയെടുക്കണമെങ്കിൽ ലോകപ്രകാരമായിട്ടുള്ള നിയമങ്ങൾ അപ്ലൈ ചെയ്താൽ ശരിയാകത്തില്ല. നമുക്ക് ഈ വികാരങ്ങളെയും വിചാരങ്ങളെയും ഇന്ദ്രിയങ്ങളെയും ഭരിക്കാൻ അറിയണം. എന്നിട്ട് നമ്മൾ അകത്തെ മനുഷ്യനെ പുഷ്ടിപ്പെടുത്താനാണ് ദൈവത്തോടു കൂടെ വസിക്കുന്നത്. യെശയ്യാ 58:6 വാക്യം. ഉപവാസം എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ആദ്യം കൊള്ളേണ്ടിയ ഒരു വാക്യം യെശയ്യാ 58:6. 58 എങ്ങനെയുള്ള ഉപവാസമാണെന്ന്. എന്തിനാണ് ഉപവാസം എടുക്കുന്നത്? എന്തിനാണ് ദൈവത്തിൻ്റെ അടുക്ക പോയി ഇരിക്കുന്നത്? കർത്താവിനെ നേരിട്ട് എന്തിനാണ് കാണുന്നത്? മോശയെക്കുറിച്ച് കണ്ടപ്പം മോശയെ വിളിച്ച് മാറ്റിയപ്പം ഇസ്രായേൽ ജനതയെ അന്യായ ബന്ധനത്തിൽ നിന്നും സ്ലേവറിൽ നിന്നും രക്ഷിക്കാനാണെന്ന് ഓർക്കണം. എന്തിനാ യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചത്? പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കാനാണെന്ന് ഓർക്കണം. അപ്പം വലിയ ദൗത്യങ്ങൾ ഏൽപ്പിക്കുന്നതിന് മുൻപ് ദൈവവുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുകയാണ്. എന്തിനാണ് ഉപവസിക്കുന്നതിനെ കുറിച്ച് വ്യക്തമായിട്ടും 58 പറയുന്നു. 58 യെശയ്യാവിൻ്റെ 6. അന്യായ ബന്ധനങ്ങളെ അഴിക്കുക. എന്താ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ? നുകത്തിൻ്റെ അമിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രമായി വിട്ടയക്കുക, എല്ലാ നുകത്തെയും തകർക്കുക. ഇതല്ലയോ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം. അതാദ്യം എടുക്കാം. അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുകത്തിൻ്റെ അമിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരാക്കി വിട്ടയക്കുക, എല്ലാ നുകത്തെയും തകർക്കുക. ഇതല്ലയോ എനിക്കിഷ്ടമുള്ളൂ. അപ്പോൾ ഒരു ഉപവാസം എടുക്കുന്നു എങ്കിൽ ഇത് നടന്നിരിക്കണം. അന്യായ ബന്ധനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രായം ചെന്നവരായിരിക്കാം, നമ്മുടെ കൊച്ചു മക്കളായിരിക്കാം, ചെറുപ്പക്കാരായിരിക്കാം. ഇവരെല്ലാം ഒരു കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ അവരുടെ കൈയും കാലും കൂച്ചി കെട്ടി വെച്ചിരിക്കുകയാണ്. ചങ്ങലയിട്ട് കെട്ടി വെച്ചിരിക്കുക. അവരുദ്ദേശിക്കുന്ന തലത്തിലോട്ട് അവർക്ക് പറക്കാൻ ഒക്കുന്നില്ല. കാരണം ഇവരുടെ പുറത്ത് നുകം കെട്ടി വെച്ചിരിക്കുകയാണ്. ഈ കാളയുടെ നുകം കണ്ടിട്ടുണ്ട്, 2 നുകം. ആ കാളയുടെ നുകം എന്ന് പറയുന്നത് ആ റോഡ് അവൻ്റെ കഴുത്തേലോട്ട് കെട്ടി വെച്ചിട്ട് അതിൻ്റെ മേൽ കയറൂടെ കെട്ടിക്കഴിഞ്ഞാൽ കാളയ്ക്ക് ഇഷ്ടം പോലെ നീങ്ങാൻ ഒക്കൂല. 2 കാളയുടെയും പുറത്ത് നുകം വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഉടമസ്ഥൻ എങ്ങനെ നയിക്കുന്നു അതുപോലെ നയിക്കാനൊക്കത്തുള്ളൂ. അതുപോലെ വിശ്വാസികളാകുന്ന നമ്മുടെ മേലെല്ലാം നുകം കെട്ടിവെച്ചിരിക്കുകയാണ്. അത് നമ്മുടെ പഠിപ്പീരി കൊണ്ടോ ജന്മനാ കൊണ്ടോ പാപം കൊണ്ടോ എന്താണെന്ന് അറിഞ്ഞുകൂടാ, എങ്ങനെയാണെന്നല്ലേ ഇതുണ്ട്. പക്ഷേ ഇതൊക്കെ അഴിക്കാൻ ഈ ഉപവാസത്തിന് കഴിയുമെന്ന്. അന്യായമായിട്ടുള്ള ബന്ധനം എവിടെയുണ്ടോ അത് അഴിഞ്ഞു പോകണം ഉപവസിച്ച് കഴിയുമ്പം. നുകത്തിൻ്റെ അമിക്കയർ, ആരുടെയെല്ലാം കഴുത്തേലാണ് ഈ അമിക്കയർ കെട്ടിവെച്ചിരിക്കുന്നത്, അഴിഞ്ഞു പോയേക്കത്തുള്ളൂ. പീഡിച്ച് അതായത് പീഡരാണ്. പീഡിതരെ സ്വതന്ത്രമാക്കുക എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ സ്വന്തം നാട്ടിൽ താമസിക്കുമ്പോൾ അത്രയും പീഡിതരത്തെക്കുറിച്ച് എത്തില്ല. പുറത്തൊരു ദേശത്ത് ചെന്നിട്ട് നമ്മൾ പ്രവാസികളെന്ന് നമ്മളെക്കുറിച്ച് അറിയുന്നു. അവിടെ അവരുടെ നിയമത്തിന് വിപരീതം ചെയ്ത് കണ്ടുപിടിച്ച് ജയിലിലിട്ട് അവിടെ കിടക്കും. സൗദി അറേബ്യ, നമ്മൾ അറേബ്യൻ കൺട്രീസിലൊക്കെ ചെന്നാൽ എത്രയോ പേരെ എയർപോർട്ട് വെച്ച് തന്നെ ജയിലിലോട്ട് പിടിച്ചുകൊണ്ട് പോകും. ഒന്നിൽ അവരുടെ കയ്യിൽ സംശയമായിട്ടുണ്ടെങ്കിലും എന്തെങ്കിലും ഡ്രഗ്സോ ഡ്രിങ്ക്സോ എന്തെങ്കിലുമൊക്കെ അറിയാതെ ഇട്ടോ അറിഞ്ഞോ കയറി കൊണ്ടുവന്നിട്ട് കാണും. ചിലർ വല്ലവരും കൊണ്ട് ഏൽപ്പിക്കുന്ന സാധനങ്ങളിൽ ഈ സാധനം കാണും. അപ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ടത് ഇതിനൊക്കെ ഈ ചതിവിനകത്ത് നമ്മൾ ദിനംപ്രതി നമ്മുടെ മക്കൾ വീഴുന്നുണ്ട്. ഇതെല്ലാം അഴിക്കാൻ ആർക്ക് കഴിയും? അഴിക്കാൻ കഴിവുള്ള ദൈവത്തിൻ്റെ കൂടെ നിന്നുള്ള ഉപവാസ പ്രാർത്ഥനയാലും ഉപവാസത്താൽ അഴിക്കാൻ വയ്യാത്ത ഒരു ബാധയില്ലെന്ന് ദൈവം പറയുന്നു. അപ്പോൾ നമ്മൾ ഇത് എന്തിനു പ്രാർത്ഥിക്കുന്നു എന്ന് ചോദിച്ചാൽ ആദ്യമേ ദൈവത്തോട് കൂടെ വസിക്കുന്നത് അവനെ തിരിച്ചറിഞ്ഞിട്ട് കർത്താവ് എന്തിനാണ് നമ്മുടെ ഭൂമിയിലേക്ക് നമ്മളെ രക്ഷിക്കാൻ, നുകം ഒടിച്ചു കളയാൻ. അതുകൊണ്ടാണ് അർത്ഥം അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ വരണം. എങ്ങനെയാണെങ്കിലും ഈ ഭൂമിയിൽ ജീവിക്കുമ്പം ചെറിയൊരു നുകമുണ്ട്. ആ നുകം യേശുവിൻ്റേത് മൃദുവാണ്, ആ ചുമട് ലഘുവാണ്. പക്ഷേ ദുഷ്ടൻ വെക്കുന്ന നുകം കൊണ്ട്
ഒരിക്കലും ഒരു വ്യക്തിക്ക് അഭിവൃദ്ധിപ്പെടാൻ ഒക്കത്തില്ല. പിന്നെ അഭിവൃദ്ധിപ്പെടുന്ന ദുഷ്ടനുമായിട്ടൊരു കോമ്പാക്റ്റ് അല്ലെങ്കിൽ അഗ്രിമെൻ്റാണ്. അത് അവസാനം കുറേ കാലമൊക്കെ ഫ്ലറിഷ് ചെയ്യും. ഫ്ലറിഷ് ചെയ്യുമ്പം ദുഷ്ടനെ കുറച്ചൊന്ന് കഴിയുമ്പോൾ നോക്കിയോ കാണത്തില്ല, അവനെ പിന്നെ കണ്ടില്ല എന്ന് പറയുന്നുണ്ട് വേദപുസ്തകത്തിൽ. പ്രാദേശികമായ വൃക്ഷം പോലെ വളർത്തുന്ന, കുറച്ച് കഴിയുമ്പോൾ അവനെ കണ്ടില്ല, ആദ്യം വേണ്ടതെല്ലാം അങ്ങ് കൊടുക്കും, പക്ഷെ അവസാനം നാശത്തിലേക്ക്. അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളോട് ദൈവം പറയുന്നത്, നീ ഉപവസിക്കുന്നുവെങ്കിൽ നീ മറ്റുള്ളവരുടെയും നിൻ്റെയും അന്യായ ബന്ധനങ്ങളെയൊക്കെ, ബന്ധനങ്ങൾ അന്യായമാണെന്ന് എങ്ങനെ തിരിച്ചറിയും? നമുക്കിപ്പം ഈ ബാബിലോണിയൻ ക്യാപ്റ്റിവിറ്റി എന്ന് പറയും. അതായത് ജോലി ചെയ്യണം 24 മണിക്കൂർ. പണ്ടൊക്കെ ടെലിഫോൺ മൊബൈൽ ഇല്ലാത്തപ്പോൾ, അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഇല്ലാത്തപ്പം വീട്ടിൽ വന്ന ജോലിക്ക് ചെയ്യേണ്ട, വീട്ടിലെ സ്വന്തം ഭാര്യയും മക്കളെയും അല്ലെ ഭാര്യയ്ക്ക് മക്കളെ ഭർത്താവിനെ നോക്കാനോ. ഇപ്പോഴും വീട്ടിൽ വന്നാൽ ജോലി തീരുന്നില്ലല്ലോ. നമ്മളിപ്പം മൊബൈലിന് അടിമത്വത്തിലായി. എന്ത് ഡെവലപ്മെൻറ്റ്, എന്ത് ഇമ്പ്രൂവ്മെൻറ്റ്. രാത്രിയും പകലും ജോലി ചെയ്താലും പോരാന്ന് പറയുന്ന ബോസ്. ചെറുപ്പക്കാരെ ജോലിക്ക് വരുന്നവർക്ക് പ്രൊമോഷൻ കൊടുക്കത്തില്ല. കാരണം ദേ ഹാവ് ടു വർക്ക് ഹാർഡ് 24 hours 7 days a week. എന്നാലും അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. ദീസ് ആർ തിങ്സ് വിച്ച് ആർ ഹാപ്പനിങ് ഇൻ ദി അഡ്വാൻസ്ഡ് കൺട്രീസ്. നമ്മുടെ പറയണ്ട, നമ്മുടെ ഇവിടെ പിന്നെ മടി അലസതയാണ്. നമ്മുടെ അന്യായ ബന്ധനങ്ങളുണ്ടെന്നും ഈ അന്യായ ബന്ധനങ്ങളെ അഴിച്ചു കളയാൻ നമുക്ക് അവകാശം. ഒന്നാമത് എൻ്റെ മേൽ അന്യായ ബന്ധനം ഉണ്ടോ? എൻ്റെ കഴുത്തിൻ്റെ മേൽ ഒരു നുകം വെച്ചിട്ടുണ്ടോ? ഇന്നത് അഴിഞ്ഞു പോകണം. കാരണം ഐ ആം ലിബറേറ്റഡ് ബൈ ദ പവർ ഓഫ് ദ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അതിനാണ് പറഞ്ഞത് പ്ലീഡിങ് ദ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെടണം. അപ്പം നമ്മളോട് ദൈവം പറയുന്ന പല കാര്യങ്ങൾ, നീ എൻ്റെ കൂടെ ഒന്ന് ഉപവസിക്കുകയാണെങ്കിൽ നീ കൺമോഹം, ജഡമോഹം, ജീവനപ്രതാപം, ഈ 3 കാര്യത്തിലാണല്ലോ ആദത്തിനും അവയ്ക്കും മണ്ടത്തരം പറ്റിയത്. 3 കാര്യവും. അതായത് ഈ മനുഷ്യർക്കെല്ലാം പണം, അതല്ല അധികാരം, പവർ, ഇതെല്ലാവർക്കും ആവശ്യമുണ്ട്, എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷേ ഇതിൽ 3ലും തെറ്റിപ്പോയി. ദൈവത്തിൻ്റെ സ്വന്തം ഛായയിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച ആദവത്തിനോടും പിശാച് വന്നേച്ചു പറഞ്ഞു, നീ ദൈവത്തെ പോലെയാണെങ്കിൽ നന്മതിന്മയുടെ വൃക്ഷത്തിൻ്റെ ഫലം കഴിക്കണം. സ്വന്തം അപ്പനെ അറിയാൻ വയ്യാതെ പോയാൽ നമ്മളെന്ത് ചെയ്യും? ആദവത്തിൻ്റെ ഉണ്ടാക്കിയ ദൈവം അവരുടെ പിതാവാണെന്ന് മനസ്സിലാക്കിയില്ല. ഇന്നും നമ്മളങ്ങനെ തന്നെ. നമ്മളെ സൃഷ്ടിച്ച ദൈവം നമ്മുടെ പിതാവാണെന്നും യേശുക്രിസ്തു പുത്രനായിട്ട് വന്ന് നമ്മളെ വീണ്ടെടുത്ത് നമ്മുടെ മൂത്ത സഹോദരനായിട്ട് വഴികാട്ടിയായിട്ട് നിൽക്കുന്നുവെന്നും നമ്മൾ മനസ്സിലാക്കിയില്ല എങ്കിൽ ഈ നുക ഒടിയാൻ പോകുന്നില്ല. എന്നും നമ്മൾ അന്യായ ബന്ധനത്തിലാണ്. എവിടെയാണ് ഈ കുടുക്ക് കിടക്കുന്നില്ല, എവിടെയാണ് ഈ നമ്മളെ ചങ്ങലയിട്ട് അതായത് നമ്മൾ മനുഷ്യൻ്റെ മുമ്പിൽ നോക്കുമ്പോൾ വലിയ ഉന്നത പദവി ജോലിയൊക്കെ ആയിരിക്കും. പക്ഷേ ഉന്നത പദവി ഇരിക്കുമ്പോഴും മറ്റുള്ള ഒരാൾക്ക് സ്ലേവായിട്ട് ജോലി ചെയ്യുന്നതും സ്വാതന്ത്ര്യമായിട്ട് ജോലി ചെയ്യുന്ന രണ്ടാണ്. അപ്പോൾ ഈ സ്വാതന്ത്ര്യം കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പലരും സ്വന്തം ബിസിനസ് തുടങ്ങും. സ്വന്തം ബിസിനസ് തുടങ്ങിയാൽ ഒരിക്കലും അതൊന്ന് ചിറകടിച്ച് പൊങ്ങി വിടാൻ ഈ ദുഷ്ടപിശാച് സമ്മതിക്കില്ല. കാരണം അന്തരീക്ഷത്തിൽ ഇവൻ്റെ ഒരു സംഘമുണ്ട്. അത് നമ്മുടെ ഈ ദൈവമക്കളുടെ പ്രവർത്തനത്തിന് എന്നും നിരാശപ്പെടുത്തിക്കൊണ്ട് പ്രതിരോധമായിട്ട് നിൽക്കുന്നു. ഇതെല്ലാം വെട്ടിമാറ്റണമെങ്കിൽ അതുപോലെ ശക്തമായ സത്യങ്ങൾ അറിയണം, ശക്തമായ പ്രാർത്ഥനയും ഉപവാസവും ആവശ്യമുണ്ട്. പിന്നെ നമ്മൾ ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് ചില ജോലിയുണ്ട്. വിശപ്പുള്ളവന് നിൻ്റെ അപ്പം നുറുക്കി കൊടുക്കണം, അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിൻ്റെ വീട്ടിൽ ചേർത്ത് കൊള്ളണം, നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കണം, നിൻ്റെ മാംസരക്തങ്ങളോട് നീ അവരെ ഉൾക്കൊള്ളണം. അപ്പോൾ നിൻ്റെ വെളിച്ചം ഉഷസ്സു പോലെ പ്രകാശിക്കും, നിൻ്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊറുതി വരും, നിൻ്റെ നീതി നിനക്ക് മുൻപായി നടക്കും, യഹോവയുടെ മഹത്വം നിൻ്റെ പിൻപടയാകും. അപ്പോൾ നീ വിളിക്കും, യഹോവ ഉത്തരം അരുളും. ദൈവം ഉത്തരം അരുളണമെങ്കിൽ ചില കണ്ടീഷൻസ് പറഞ്ഞിരിക്കുകയാണ്. അപ്പം നമ്മൾ ഈ നിയമത്തിൻ്റെ, പഴയ നിയമം പറയുന്ന നിയമത്തിനാണ്, നിയമത്തിനകത്ത് ചില കണ്ടീഷൻസ് എഴുതി അത് ചെയ്യണം. പുതിയ നിയമത്തിൽ ക്രിസ്തു വന്നതോടുകൂടി നമുക്ക് മുട്ടിച്ച് കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ സത്യം അറിഞ്ഞില്ലെങ്കിൽ എന്നാ പ്രയോജനം? അതുകൊണ്ടാണ് ഈ കൺമോഹം, ജഡമോഹം, ജീവനപ്രതാപത്തിൽ ആദവും ഹവ്വായും വീണെടുത്ത് യേശുക്രിസ്തുവിന് സെയിം പരീക്ഷണം ഉണ്ടായി. 40 ദിവസം ഉപവസിച്ച് കഴിഞ്ഞപ്പോൾ, ലൂക്കോസിൻ്റെ സുവിശേഷം 4 നോക്കുകയാണെങ്കിൽ 40 ദിവസം ഉപവസിച്ച് കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ്, പിശാചല്ല കേൾക്കണേ, വളരെ പ്രധാനപ്പെട്ട ചില പോയിന്റുകളാണ്. പരിശുദ്ധാത്മാവ് യേശുക്രിസ്തുവിനെ അങ്ങോട്ട് കൊണ്ടുവന്നു.
അതായത് ഇങ്ങനെയാണ് 4-ാം അധ്യായത്തിൻ്റെ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ പിശാച് 3 തരത്തിലുള്ള പരീക്ഷണം, കൺമോഹം, ജഡമോഹം, ജീവനപ്പം. അതായത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി 40 ദിവസം വിശന്നിരിക്കുന്ന യേശുവിൻ്റെ അടുക്കൽ പിശാച് വന്നേച്ച് പറയുകയാണ്, ഈ കല്ലിനെ നീ അപ്പമാക്കിക്കൂടെ എന്ന് ചോദിക്കുന്നു. അപ്പം മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്ന് എഴുതിയിരിക്കുന്നു, പിന്നെയോ ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടാണെന്ന് കർത്താവ് പറഞ്ഞപ്പോൾ വചനം കൊണ്ട് നേരിട്ടു. അത് കഴിഞ്ഞിട്ട് പിശാച് മേലോട്ട് കൊണ്ടുപോയിട്ട് ലോകത്തിലെ സകല രാജ്യങ്ങളും കാണിച്ചു, എന്നെ ഒന്ന് നമസ്കരിക്ക്, മഹത്വം, പവർ. നമുക്ക് പവർ വേണമല്ലോ, നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. ഇതേ പരീക്ഷണം യേശുണ്ട്, വേറെ പുതിയ പരീക്ഷണം ഒന്നും അവനില്ലെന്നേ. 6000-7000 വർഷമായിട്ട് ഇതേ പരീക്ഷണമാണ് അവൻ ചെയ്യുന്നത്. ഇതേ കുഴിയിലാണ് നമ്മൾ വീഴുന്നത്. അവിടെ യേശു ജനിച്ചത് എങ്ങനെ? ഇതെല്ലാം എനിക്ക് തന്നിരിക്കുകയാണ്. അപ്പോൾ കർത്താവ് പറയുന്നു, നിൻ്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു. ഉത്തരം കൊടുത്തു, അവിടെയും തോറ്റു. പിന്നെ അവൻ യെരുശലേമിനെ കൂട്ടിക്കൊണ്ടുപോയി ദേവാലയത്തിൻ്റെ അഗ്രത്തിൽ ചാടാൻ പറഞ്ഞു. നിൻ്റെ കാല് കല്ലിൽ തട്ടിപ്പോകാതിരിക്കാൻ ദൈവം തൻ്റെ ദൂതനോട് കൽപ്പിച്ചു. അപ്പോൾ എന്താ പറഞ്ഞത്? നിൻ്റെ ദൈവമായ കർത്താവിനെ നീ പരീക്ഷിക്കരുത്. 3 പരീക്ഷണങ്ങളിലും ക്രിസ്തു ജയമെടുത്തു. അതാണ് ഉപവാസം. 40 ദിവസം. ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് ഇതാണ്. കർത്താവ് യേശു ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങിച്ചെന്നു. അപ്പോൾ ദൈവം 4-1 തുടങ്ങുന്നത് യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി, ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. എങ്ങോട്ട് കൊണ്ടുപോയി? പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചു. 40 ദിവസം പരിശുദ്ധാത്മാവാണ് മരുഭൂമിയിൽ കൊണ്ടുപോയി, പിശാചല്ല. പിശാച് 40 ദിവസം ചോണ്ടിക്കുകയാണ്, ഐഡിയാസ് ആൻഡ് തോട്ട്സ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിചാരിക്കുന്നു ഒരു മനുഷ്യൻ പെട്ടെന്ന് കുഴിയിൽ വരുന്നു. പല പ്രാവശ്യം ഈ ചിന്തകൾ വന്നിട്ടാണ് ഒരു പ്രാവശ്യം വീഴുന്നത്. അതുകൊണ്ടാണ് വേലി കെട്ടണം എന്ന് ഞാൻ പറയുന്നത്. യേശുക്രിസ്തുവിന് വചനം കൊണ്ട് രക്ഷ നേടാൻ ഒത്തു. കൺമോഹം, ജഡമോഹം, ലോകത്തിൻ്റെ പ്രതാപം, ഇത് 3ഉം നമ്മളെ ഇന്നും അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ അലട്ടുന്ന ഈ ഒരു സോൾ, സ്പിരിറ്റ് ആൻഡ് ബോഡി ലെവൽ, ആത്മാവിൻ്റെ തലവും ദേഹീയ തലത്തിലും എന്ന് ഈ പരീക്ഷണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നിടത്ത് കർത്താവ് ജയിച്ച് കാണിച്ചു എങ്കിൽ നമുക്കും അത് സാധിക്കും. ഈ 1 യോഹന്നാൻ 2-ന്റെ 15 പറയുന്നത്, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. സ്നേഹിക്കരുതെന്ന് പറയുമ്പോൾ അതിനോട് അറ്റാച്ച്മെൻറ്റ് വരരുതെന്ന്. നമ്മൾ ഭൂമിയിൽ ജീവിക്കുമ്പം കാര്യങ്ങൾ ചെയ്തെടുക്കുക, അതല്ല ഉദ്ദേശിക്കുന്നത്. അതിനോടൊരു പ്രത്യേക ഒരു ആസക്തി അതുണ്ടാകരുതെന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹമില്ല. വി ഹാവ് എ ചോയ്സ്. ഈ ലോകത്ത് ജീവിക്കുമ്പം അകത്തെ മനുഷ്യനെ ജീവിപ്പിക്കാനായിട്ട് ദൈവം സൃഷ്ടിച്ചതെല്ലാം മറച്ചു വെച്ചേച്ച് പുറത്തെ മനുഷ്യനെ, അത് ഈ ചെറുപ്പക്കാരെല്ലാം ഈ പുറത്തെ മനുഷ്യനെ മാത്രമേ ഇപ്പോൾ ചിന്തിക്കുന്നുള്ളൂ. അവരെത്ര ചെറുപ്പത്തിൽ വചനം പഠിപ്പിച്ചാലും ഒരു കാലത്ത് ഇത് മറന്നങ്ങ് നടക്കുകയാണ്. പക്ഷെ ദൈവം ഓർപ്പിച്ച് തിരിച്ചു കൊണ്ടുവരും. കാരണം ഇവിടെ പുറയിൽ ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ മതി. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹം ഇല്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളത് എല്ലാം പിതാവിൽ നിന്നല്ല. ഉണ്ട്. ഈ കാണുന്ന ഒന്നും പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രയാകുന്നു. അപ്പം അപ്പന് ഇഷ്ടമുള്ളത് എനിക്ക് മതിയെന്ന് പുത്രൻ പറയാൻ തയ്യാറാണ്. അത് യേശുക്രിസ്തു ചെയ്ത് കാണിച്ചു. നമുക്കും അത് ചെയ്തേ പറ്റൂ. അത് ഈ പിതാവിനോടും പുത്രനോടുമുള്ള സ്നേഹം കൊണ്ടാണ്. അതായത് ഒരു വ്യക്തി, ഒരു ഭാര്യ ഒരു ഭർത്താവിനെ സ്നേഹിക്കുന്നതും ഒരു ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നതും യഥാർത്ഥ സ്നേഹത്തിലാണെങ്കിൽ അതൊരു പ്രശ്നമല്ല. അത് ഏത് പ്രശ്നം വരുമ്പോൾ അവർ കൂടുതൽ അടുക്കത്തേ ഉള്ളൂ. അന്നേരം ഇട്ടേച്ച് ഓടിപ്പോയിട്ട് വസ്ത്രം ഊരുന്ന പോലെ ഞാൻ വേറെ ആളുടെ പോകുമെന്ന് പറയുന്നത്. അതായത് ഇൻ ദ ബിഗിനിങ് ഇറ്റ്സെൽഫ് ദെർ വാസ് നോ ലവ്. അപ്പം നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നത് ഇങ്ങനെ തന്നെ ആദ്യം. അതുകൊണ്ട് ഇത് ഞാൻ കുറ്റമല്ല പറയുന്നത്, ദിസ് ഈസ് ദ ഹ്യൂമൻ നേച്ചർ. പക്ഷേ കഷ്ടം വന്ന് ദരിദ്രം വന്ന് സഹായിക്കാൻ ആരും ഇല്ലാത്തപ്പോൾ യേശു മാത്രമേ ഉള്ളെന്ന് മനസ്സിലാക്കി കഴിയുമ്പം വേറൊരു സ്നേഹം തുടങ്ങും. അതാണ് ആത്മാവിൻ്റെ സ്നേഹം. ആ സ്നേഹത്തിൽ തുടങ്ങിയാണ് വിവാഹ ജീവിതവും നിലനിൽക്കും. അല്ലാത്തത് ആദ്യത്തെ സ്നേഹം ജഡസ്നേഹമാണ്. അതുകൊണ്ട് അവിടെ ഡിവോഴ്സ് ഉണ്ടാകാതിരിക്കത്തില്ല, അത് സാധിക്കും. പക്ഷേ ദൈവം ആ സ്നേഹത്തെ അല്ല കവനൻറ്റിൽ ഉദ്ദേശിച്ചത്. യു ഷുഡ് ബി ബൗണ്ട് ടുഗദർ ബൈ ദാറ്റ് ഇറ്റേണൽ ലവ് ഓഫ് ദ ഫാദർ. പിതാവിൻ്റെ സ്നേഹം, പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴെന്ന് പറയുമ്പം യോഹന്നാൻ്റെ 3:16 ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് തൻ്റെ പുത്രൻ്റെ മരണത്തോടുകൂടി നമുക്ക് നിത്യരക്ഷ തരാൻ. അപ്പോൾ ഒരാളിവിടെ സഫർ ചെയ്യുന്നുണ്ട്,
അപ്പം പലപ്പോഴും അധിക സ്നേഹം വരുമ്പോൾ ഈ വിശുദ്ധന്മാർ പ്രാർത്ഥിക്കുന്നു, കർത്താവേ നിൻ്റെ ഈ യാതനകൾ ഞാനും കൂടെ നിന്ന് സഹിക്കാമെന്നവർ പറയും. അതൊരു പ്രത്യേക വരമാണ്, കഷ്ടത്തിൻ്റെ വരം. എല്ലാവരും ചോദിക്കത്തില്ല. അതാണ് ജീവിതത്തിൽ സ്നേഹം വരുമ്പോൾ ഇതൊന്നും പ്രശ്നമല്ല. കർത്താവ് പറയുന്നത് ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം, അതായത് ആദ്യ പ്രൈമറി ഡ്യൂട്ടി ദൈവം ഉണ്ടെന്നറിയണം. 2, ദൈവം എൻ്റെ പിതാവാണെന്ന് മനസ്സിലാക്കണം. പുത്രൻ തമ്പുരാൻ്റെ രക്തത്താൽ എന്നെ വീണ്ടെടുത്തു എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഞാനും പിതാവും സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളായി നമുക്ക് നിത്യരക്ഷ കിട്ടിക്കഴിഞ്ഞു. ഇനി എൻ്റെ കാഴ്ചപ്പാട് നിത്യരക്ഷയിലുള്ളതാണ്, അതായത് അകത്തെ മനുഷ്യനെ പുഷ്ടിപ്പെടുത്തുന്നതാണ്. അവിടെയാണ് നമ്മൾ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുന്നത്. അപ്പോൾ ഈ പറയുന്ന പ്രോബ്ലങ്ങളൊന്നും, കൺമോഹം, ജഡമോഹം, ജീവനത്തിന്, ഇതൊന്നും തൊടാനൊക്കത്തില്ല. ആ ലെവലാകുമ്പോഴത്തേക്ക് മെച്യൂരിറ്റി ആകുന്നുണ്ട്. പിന്നെ അത് കണ്ടുപിടിച്ചിട്ടുള്ളവർ, അത് പഠിച്ചിട്ടുള്ളവർ മറ്റുള്ളവരെ പഠിപ്പിക്കുക. അതാണ് ഉപവാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്പകാലം ലോകത്തിൻ്റെ സകല പ്രചോദനങ്ങളിൽ നിന്നും അതിൻ്റെ ഈ മാടി വിളിക്കുന്ന സ്നേഹത്തിൽ, ലോകത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് മാറ്റി നിർത്തി ദൈവത്തോട് കൂടെ നിന്ന് ശക്തി പ്രാപിച്ച് അകത്തെ മനുഷ്യനെ പുഷ്ടിപിടിപ്പിച്ച് ദൈവത്തിന് വേണ്ടി ദൈവരാജ്യം സ്വർഗത്തിൽ കൊണ്ടുവരിക. അതാണ് നമ്മുടെ ജോലി. അതിനുവേണ്ടി നമ്മൾ നമ്മുടെ തലമുറകൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി ദൈവം അവരെ എടുത്ത് ഉപയോഗിക്കട്ടെ. നാഥ, നിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുകയാണ്. ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ നിൻ്റെ കൂടെ വസിക്കുക. ആരുടെ കൂടെ വസിക്കുന്നു അവരുടെ സ്വഭാവം ക്രമേണ ഉണ്ടാകും. അതുകൊണ്ട് മുല്ലപ്പൂമണം ഏറ്റുകിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം. അത് ആരുടെ മണമാണ്? ആ മുല്ലപ്പൂവിൻ്റെ മണം എത്ര മനോഹരമായിട്ട് ആ കല്ലിൻ്റെ മേൽ പതിയുന്നത് പോലെ കർത്താവേ, നിന്നോട് ചേർന്ന് നിന്ന് ജീവിക്കാനുള്ള ഒരു വാഞ്ച, ഇഷ്ടം, ആഗ്രഹം ഇട്ടുതരണമെന്ന് നിന്നോട് പ്രാർത്ഥിക്കുന്നു. അത് അവിടുന്ന് ചെയ്യാതെ ഒക്കത്തില്ല കർത്താവേ. ഈ ലോകത്തിനുള്ള പ്രതാപങ്ങളും മോഹങ്ങളും മനുഷ്യനെ വിളിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ശക്തനായവൻ്റെ സാന്നിധ്യം അതിശക്തമായിട്ട് പരിശുദ്ധാത്മാവിൽ ഹേമിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പുഷ്ടിപിടിപ്പിക്കുന്ന വചനം കൊണ്ട് ഉപവസിക്കുന്ന സമയത്ത് ദൈവത്തോട് ചേർന്ന് നിന്ന് നിൻ്റെ വചനമാവുന്ന ഭക്ഷണം കഴിച്ച് നിന്നിൽ നിന്ന് ജീവജലം കുടിച്ച് നിൻ്റെ വിശുദ്ധ രക്തം കൊണ്ട് കഴുകി നിന്ന് ഞങ്ങളെ ജീവനുള്ള ദൈവത്തിൻ്റെ പ്രതിച്ഛായകളാക്കി മാറ്റുന്നതിന് നന്ദിയോട് സ്തോത്രം. അങ്ങനെ ഒരു 40 ദിവസം ഉപവസിച്ച് കഴിയുമ്പോൾ ക്രിസ്തു ചെയ്തതുപോലെ, മോശ ചെയ്തതുപോലെ, എലിയാവ് ചെയ്തതുപോലെ ചെയ്യാൻ തക്കമാണ് ഞങ്ങളെ ബലപ്പെടുത്തുന്ന സ്നേഹത്തിന് സ്തോത്രം. അവിടെയാണ് വിടുതൽ വരുന്നത്, അവിടെയാണ് മുഖമൊടിയുന്നത്, അവിടെയാണ് കർത്താവെ ഇല്ലീഗലായിട്ടുള്ള ചങ്ങലകൾ പൊട്ടിച്ച് കളയുന്നത്. അങ്ങനെ സംഭവിക്കട്ടെ. ഞങ്ങളുടെ അടുത്ത തലമുറകൾ, ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന അനേകർക്ക് നമ്മുടെ വചനം കൊണ്ട്, കർത്താവിൻ്റെ വചനം കൊണ്ട് വിടുതൽ കൊടുക്കാൻ ഈ ഒരു വചനം പ്രയോജനപ്പെടട്ടെ. അപ്പച്ച, കർത്താവിൻ്റെ ആത്മാവ് ഞങ്ങളെ ബലപ്പെടുത്തിയിരിക്കുന്നതിനാൽ സ്തോത്രം. തലമുറകളുടെ മേൽ ജയത്തിൻ്റെ കുട്ടി ഉയർത്തിക്കൊണ്ട് നേരായിട്ടുള്ള വഴി ഇതാണെന്ന് കാണിച്ചു കൊടുക്കാൻ ഞങ്ങളെ പഠിപ്പിക്കുന്നതിന് സ്തോത്രം. കർത്താവ്, എത്ര ബലഹീന സ്വഭാവമുണ്ടെങ്കിലും വിശുദ്ധ രക്തത്താൽ കഴുകിക്കളഞ്ഞ് പുതുസൃഷ്ടിയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയാകുമ്പോൾ നേരിട്ട് നിൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കി യാത്ര ചെയ്യാൻ ഞങ്ങളെ പഠിപ്പിച്ചാട്ടെ. ലോകവും അതിൻ്റെ മോഹങ്ങൾ അഴിഞ്ഞു പോകും. എന്നാൽ നിൻ്റെ മുഖത്തേക്ക് നോക്കുന്ന ഞങ്ങളുടെ മുഖം പ്രകാശിതരാകും. കർത്താവേ, ഞങ്ങളുടെ സകല പ്രശ്നങ്ങളിലും നീ നടുന്തൂണായിട്ട് ഇന്ന് വരെ നടത്തിയെങ്കിൽ ഇനിയും നടത്താൻ നീ വിശ്വസ്തൻ. ബലഹീനതയിൽ ബലം തരുന്നവൻ, അവിശ്വസ്തതയിൽ വിശ്വസ്തത കാണിക്കും. ഞങ്ങളോട് സഹതാപമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വലിയ സഹോദരനായിട്ട് യേശു നിൽക്കുമ്പോൾ പിതാവിൻ്റെ സ്നേഹം മനസ്സിലാക്കി ഒരു ഭവനത്തിൻ്റെ അംഗങ്ങളാക്കി മാറ്റിയതിന് നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും വീണ്ടെടുത്തതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.